രാവിലെ തന്നെ ആശുമോൾ എടുത്ത് പോയിട്ട് സാരി ഉടുപ്പിച്ചിട്ടാ ഞാൻ ഈ വന്നേക്കണേ. കാരണം വേറെ ഒന്നല്ല, എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലാട്ടാ. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ തൊഴുതിട്ട് നേരെ വിനുന്റെ വീട്ടിലേക്ക് പോയിട്ടാ. മാമനും മാമയും മേടിച്ചെന്ന ഓണക്കോടി ഇട്ടാ ഞങ്ങൾ അങ്ങോട്ട് പോയത്. ബ്ലൗസ് മാത്രം ഓണക്കോടി അല്ലാട്ടാ, അത് എന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. മാമനെ കണ്ട് ഹാപ്പിയോടും പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോന്നിട്ട് അടുക്കളയിൽ കയറി ഉച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് റെഡി ആക്കിട്ടാ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഇതെല്ലാം കുക്ക് ചെയ്തത്. സാരി എടുത്തോണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് മാറ്റി പാവാട ആക്കിയേ. വിനുവിന് ഇന്ന് ഹാഫ് ഡേ ലീവ് ഉള്ളൂട്ടാ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് 1:30 ആകുമ്പോഴേക്കും വിനുവിന് ഡ്യൂട്ടിക്ക് പോണേ. അതുകൊണ്ട് കറക്റ്റ് 12:30 തന്നെ എല്ലാം റെഡി ആക്കിയിട്ട് ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു കേട്ടോ. ആദ്യത്തോണം ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. 1:30 ആയപ്പോ വിനു എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവൻ ഡ്യൂട്ടിക്ക് പോയിട്ടാ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അപ്പൂസിന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. അവര് കഴിച്ചു കഴിഞ്ഞപ്പോ മാമന്റെ മാമിയുടെയും കൂടെ ഇരുന്നിട്ട് ഞാനും കുറച്ച് ചോറ് കഴിച്ചായിരുന്നേ. വീട്ടിൽ നിന്ന് കഴിച്ചെങ്കിലും ഇവരെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഞാൻ കഴിച്ചുട്ടാ. ഇതെന്റെ സബ്സ്ക്രൈബർ കുട്ടിയാണ് കേട്ടോ. തിരുവനന്തപുരത്താണ് വീട്. വൈകുന്നേരം 4:30 ആയപ്പോഴത്തേനും ആശുമോൾ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിട്ടാ. വിനു രാത്രി വരുന്നത് വരെ വിച്ചുന്റെ പാറിന്റെ കൂടെ പടക്കം പൊട്ടിച്ച് കളിക്കായിരുന്നു കേട്ടോ. അപ്പൊ അത്രയുള്ള